ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രജത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പേര് കമൻറ്റ്സ് വഴി മെസ്സേജസ് വഴിയൊക്കെ ചോദിച്ച് എനിക്ക് റെഗുലറായിട്ട് കിട്ടുന്ന ഒരു സംശയം, അതിൻ്റെ ഉത്തരവായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾക്ക് ഈ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ്സ് വഴി ചോദിക്കുക. കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് നമുക്കിങ്ങനെ വീഡിയോസ് ആയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞ് പോകാം കേട്ടോ. കാരണം ചില ചോദ്യങ്ങളുടെ ഉത്തരം എനിക്ക് ജസ്റ്റ് ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് മാത്രം പറയാൻ പറ്റില്ല, അതിൻ്റെ പുറകിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ലോങ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇത് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ഒരാളാണോ? ഡയറ്റ് തുടങ്ങുന്നു, ഭക്ഷണമൊക്കെ നന്നായിട്ട് അളവ് കുറച്ച് കഴിക്കുന്നു, ആൻഡ് ബോഡി കൂടുതലായിട്ട് മൂവ് ചെയ്യുന്നു, വാക്കിങ്ങിന് പോകുന്നു, ജിമ്മിൽ ജോയിൻ ചെയ്യുന്നു, ആൻഡ് ഫൈനലി പതിയെ വെയിങ് സ്കെയിലത്തെ നമ്പേഴ്സൊക്കെ കുറഞ്ഞു വരുന്നു, പഴയ ക്ലോത്ത്സ് ഒക്കെ ഫിറ്റ് ആകുന്നു, ബെല്ലി ഫാറ്റൊക്കെ കുറയുന്നു. ഇതുവരെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കുളിക്കുന്ന സമയത്ത് സാധാരണയിൽ കൂടുതലായിട്ട് മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ട്. പില്ലോയിലൊക്കെ ആണെങ്കിലും മുടി കാണാം, ഫ്ലോറിലൊക്കെ മുടി കിടക്കുന്ന കാണാം, ഡ്രസ്സിലൊക്കെ മുടി കാണുന്നു. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു അവസ്ഥ വരുമ്പോൾ ഈ വെയിറ്റ് കുറച്ച് സന്തോഷമൊക്കെ അങ്ങ് ഇല്ലാണ്ടാവും, നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. ഇങ്ങനെ ഒരു കാര്യം ഓൾറെഡി ഫേസ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ പട്ടിണി കടന്ന് ഭക്ഷണമൊക്കെ കുറച്ച് വെയിറ്റ് കുറച്ച സമയത്ത് മുടിയും കൂടെ പൊഴിഞ്ഞു പോയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, തലയിൽ മുടിയൊന്നും ഇല്ലാതെ ഞാനിങ്ങനെ മെലിഞ്ഞിരുന്നിട്ട് അത്രയ്ക്കൊക്കെ വർത്താണോ എന്ന രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കാം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും. ആസ് എ ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് ഓൾസോ ഇതിലൂടെ കടന്നുപോയ ഒരാൾ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് കഷണ്ടി ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ മുടിനെ നിങ്ങൾ നശിപ്പിച്ചിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള നമ്മുടെ വെയിറ്റ് ലോസും ഈ ഒരു ഹെയർ ഫാളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് ഇതെങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം, ഈ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിന് ഒരു ചെറിയ എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞു തരട്ടെ. ഇമാജിൻ ഒരു 4 പേരടങ്ങുന്ന കുടുംബം. ഓക്കെ, അപ്പോൾ അതിൽ അമ്മയാണ് ഏർണിംഗ് സോഴ്സ്, അതായത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ചിലവിന് വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്ന അമ്മയാണ്. അച്ഛൻ വീട്ടിലുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അച്ഛൻ മാനേജ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു കുടുംബമാണിത്. അപ്പോൾ അമ്മ വന്നിട്ട് ഒരു ദിവസം പറയാണ്, ജോലി കഴിഞ്ഞ് വന്നിട്ട് പറയാണ്, ഈ മാസം നമുക്ക് ഫുൾ സാലറി ഇല്ല, പകുതി സാലറി ഉള്ളൂ എന്ന് അമ്മ പറയാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യും? അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾ, വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾ. അപ്പോൾ അച്ഛൻ ആദ്യം ചെയ്യുന്ന എന്താണ്? ലക്ഷറി കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ബഡ്ജറ്റ് അങ്ങ് കട്ട് ചെയ്യും. അതായത് ഈ മാസം നമുക്ക് ഡ്രസ്സൊന്നും എടുക്കണ്ട, ഈ മാസം നമുക്ക് എവിടെയും ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഇങ്ങനത്തെ ലക്ഷറി എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഈ മാസം വേണ്ട എന്ന് വെക്കാം. പകരം സ്കൂൾ ഫീസ് അടയ്ക്കാതിരിക്കാൻ പറ്റില്ല, വീടിൻ്റെ വാടക കെട്ടാതിരിക്കാൻ പറ്റില്ല, ഗ്രോസറീസ് വാങ്ങാതിരിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ കിട്ടുന്ന പണം നമ്മൾ ഈ അർജൻറ്റായിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഉണ്ടല്ലോ അത് ഫുൾഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ തീരുമാനിക്കുന്നു. ഓക്കെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിനും. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചു, സാധാരണ കഴിച്ചുകൊണ്ടിരുന്നതിനെ കഴിഞ്ഞും പകുതിയാക്കി എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കുകയാണ്, ഓക്കെ, എനിക്ക് സാധാരണ വരുന്നത്രയും ഫുഡ് വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാധാരണ കിട്ടുന്നത്രയും എനർജി എനിക്ക് കിട്ടുന്നില്ല, അത് വളരെ ലിമിറ്റഡ് ആയിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്ന എനർജി ഞാൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? ഹാർട്ട് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, നമ്മുടെ കിഡ്നി പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, നമ്മുടെ ലിവർ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ, ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഫുഡിൽ നിന്നുള്ള എനർജി ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ബ്രെയിൻ ചിന്തിക്കുന്നത് ഈ ഹെയർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ബഡ്ജറ്റ് ആയിട്ടാണ്. അതായത് തലയിലും മുടിയിലും ഒരാൾക്ക് ജീവന് പ്രശ്നമൊന്നുമില്ല, കിട്ടുന്ന ബഡ്ജറ്റ് ഈ അത്യാവശ്യമായിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ട ഫങ്ഷൻസിന് വേണ്ടി യൂസ് ചെയ്യുക എന്നല്ലാതെ തലയിലെ ഹെയറിന് അതൊരു ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹെയർ വളരാനുള്ള ബഡ്ജറ്റ് നമ്മുടെ ബ്രെയിൻ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ഹെയർ റൂട്ടിലേക്ക് വിറ്റമിൻസും പ്രോട്ടീനും ബ്ലഡ് ഫ്ലോയും അതൊക്കെ അങ്ങ് കുറയ്ക്കും. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹെയർ റൂട്ടിന് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ട ഒരു കാര്യങ്ങളും അങ്ങോട്ടേക്ക് ചെല്ലുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും? അത് വീക്കാകും, അത് പതിയെ ഡിറ്റാച്ച് ആവും, എന്നിട്ട് അത് പൊഴിഞ്ഞങ്ങ് പോകും. ഇതാണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഥ ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും മനസ്സിലായോ? അതോ ഞാൻ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചോ? നമ്മൾ വെയിറ്റ് ലോസ് ചെയ്തപ്പം ചെയ്ത 3 മേജർ മിസ്റ്റേക്സ് എന്നാക്കിയാണെന്നറിയാം. ഒന്നാമത്തത്, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കുറച്ചു. ഞാൻ എങ്ങനെയാണ് ഭക്ഷണം കുറച്ചേ? ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? പകരം ചായയോ കോഫിയോ കുടിച്ചു. ലഞ്ചിന് ഞാൻ കുറച്ച് ക്യുക്കമ്പർ, ക്യാരറ്റ് പോലെയുള്ള സാലഡ് മാത്രം എടുത്തു. ഈവനിങ് ചായ അഗെയിൻ കുടിച്ചു.
ഡിന്നറിന് ഞാൻ ഒന്നുകിൽ സൂപ്പോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ മാത്രം കുടിച്ച് ഞാൻ എൻ്റെ ഡേ അവസാനിപ്പിച്ചു. ഈ ഒരൊറ്റ മിസ്റ്റേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറയും. കാരണം എന്താ, പോകുന്നത് വാട്ടർ വെയിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി വെയിങ് സ്കെയിലിൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണാം. പക്ഷേ ഇത്രയും ഒരു റാപ്പിഡ് വെയിറ്റ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഹെയർ ഫോള് സിവിയർ ആയിരിക്കും. വെറും വെള്ളവും വായും ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ മുടിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്നാണെന്നറിയോ, ഈറ്റിംഗ് സീറോ പ്രോട്ടീൻ. അതായത് നമ്മൾ പണ്ട് തൊട്ടേ ശീലിച്ച് വന്നിരുന്ന നമ്മുടെ ഒരു ഫുഡ് സ്റ്റൈലുണ്ട്. നമ്മുടെ ഭക്ഷണം, കേരളീയസിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതലും കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളതാണ്. രാവിലെ ഇഡ്ഡലി ദോശയാണ് നമ്മൾ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ചോറാണ് നമ്മൾ കഴിക്കുന്നത്, എഗെയിൻ ഈവനിങ് ഒന്നുകിൽ രാവിലത്തെ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കുന്നു. സോ ഓവറോൾ നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ പൊതുവെ കഴിച്ചു വരുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ഡയറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഓൾറെഡി നമ്മളവിടെ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്, അതിൻ്റെയും കൂടെ ക്വാണ്ടിറ്റി നമ്മൾ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന കടല, പയറ്, പരിപ്പ്, ചിക്കൻ, ഫിഷ് ഒക്കെ കൂടെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഒരു പ്രോട്ടീൻ തീരെ എടുക്കാത്തൊരവസ്ഥയിലേക്ക് പോവുക ചെയ്യുക. പക്ഷെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഹെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ. അതായത് നമ്മൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ പ്രോട്ടീൻ എന്ന് പറയില്ലേ, ആ രീതിയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ഹെയറിനെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഹെയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ബ്രിക്സ് ആൻഡ് സിമെൻറ്റ് എന്ന് പറയില്ലേ, നമ്മുടെ ഇഷ്ടികയും സിമെൻറ്റുമാണ് ഈ പറയുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീൻ ആവശ്യത്തിന് ചെന്നില്ലെന്നുണ്ടെങ്കിൽ പ്രോട്ടീന് പകരമായിട്ടുള്ളൊരു റോ മെറ്റീരിയൽ നമ്മുടെ ഹെയറിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഹെയർ വീക്ക് ആവും, ഹെയർ ഫാൾ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ പ്രോട്ടീൻ പോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ആദ്യം കട്ട് ചെയ്യുന്ന 1-2 കാര്യങ്ങളിലൊന്നാണ്, അതായത് ചോറ് നമ്മൾ കട്ട് ചെയ്യും, ഷുഗർ നമ്മൾ കട്ട് ചെയ്യും, ഓയിൽ, ഗീ പോലുള്ള കാര്യങ്ങൾ കട്ട് ചെയ്യും. അപ്പോൾ ഗുഡ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള, അതായത് ഹെയർ ഹെൽത്തിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഹെയർ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഗുഡ് ഫാറ്റ്, അതായത് ഈ ഗീ, ബട്ടർ പോലുള്ള കാര്യങ്ങളൊക്കെ ഇൻ മോഡറേഷൻ വളരെ അത്യാവശ്യമാണ്. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത്, ഓയിൽ പോലെയുള്ള എല്ലാം അങ്ങ് കട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മുടെ സ്കാൽപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, സ്കിൻ ഭയങ്കരമായിട്ട് ടൈറ്റൻ ആവും, അങ്ങനെ നമുക്ക് എഗെയിൻ ഹെയർ ഫാൾ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ മിസ്റ്റേക്സ് ഒക്കെ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നോക്കിയാലോ. നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഒരുപാട് ലക്ഷറി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ ലക്ഷറി ആയിട്ടുള്ള ഷാംപൂസ്, വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സിറംസ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചില ബ്രാൻഡ്സ് ക്ലെയിം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഹെയർ ഗ്രോത്ത് ആവാനായിട്ട് ഈ ഷാംപൂ യൂസ് ചെയ്താൽ മതി എന്ന്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഷാംപൂവിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ക്ലീൻ ആക്കുക, ഡസ്റ്റ്, ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഷാമ്പൂവിന് ഒരിക്കലും നമ്മുടെ ഹെയർ റൂട്ടിന് വേണ്ട ഫുഡ് ഫീഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മുടെ മുടിക്ക് വേണ്ട ഫുഡ് കൊടുക്കേണ്ടത് ഇന്റേണലി ആണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്താണ്? പ്രോട്ടീൻ. എപ്പോഴും നമ്മൾ ഓരോ മീൽ കഴിക്കുമ്പോഴും നമ്മൾ സ്വയം ചോദിക്കുക, ഈ മീലിൽ പ്രോട്ടീൻ ഉണ്ടോ? ചിക്കൻ, ഫിഷ്, എഗ്ഗ്, കടല, പയറ്, പരിപ്പ്, പനീർ, ടോഫു, ഇതെല്ലാം പ്രോട്ടീൻ സോഴ്സസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു പറഞ്ഞ കാര്യങ്ങളിൽ വരുന്നതൊക്കെ എൻ്റെ മീലിൽ എന്തെങ്കിലും ഒരു സോഴ്സെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്വയം ചോദിക്കുക. നമ്മൾ മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം കഴിച്ചിട്ട് യോക്ക് നമ്മൾ കളയാറില്ലേ, ആ യോക്ക് എന്ന് പറയുന്നത് ഒരു മാജിക് ഫുഡാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. ഇനി ഹെയർ ഗ്രോത്തിന് വേണ്ട കുറച്ച് സൂപ്പർ ഫുഡാണ് ഈ പറയുന്ന സീഡ്സ് ഒക്കെ. അതായത് പംകിൻ സീഡ്, നമ്മുടെ ആൽമണ്ട്സ്, പിന്നെ ഫ്ലാക്സ് സീഡ്സ്, വെരി ഇമ്പോർട്ടൻറ്റ്. തലേദിവസം കിടക്കുമ്പോണ്ടല്ലോ ഒരു 4-5 ആൽമണ്ട്സും 2 വാൾനട്ട്സും സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് രാവിലെ, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ പീൽ ചെയ്തിട്ട് അത് കഴിക്കുക. എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ 1 സ്പൂൺ പംകിൻ സീഡ് നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക. ഈ കുഞ്ഞ് പംകിൻ സീഡ് ഉണ്ടല്ലോ, ഇറ്റ് ഈസ് ലോഡഡ് വിത്ത് സിങ്ക് ആൻഡ് ഹെൽത്തി ഓയിൽസ്. അതിങ്ങനെ നമ്മുടെ തളർന്ന് വീഴാറായിരിക്കുന്ന മുടിയിനോട് പോയി പറയാണ് എല്ലാ കാര്യങ്ങളൊക്കെ സേഫാണ്, ഇനി വീണ്ടും വളർന്നു തുടങ്ങിക്കോളൂ എന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാനായിട്ട് ഈ പംകിൻ സീഡ് സഹായിക്കും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അയൺ. നമ്മൾ പലരും അയൺ ഡെഫിഷ്യൻ്റ് ആണ്, ഓക്കെ, അനീമിക് ആണ്. ആൻഡ് ഇതിലുള്ളൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും അത് തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. അയൺ എങ്ങനെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയോ? അയൺ ആണ് നമ്മുടെ ഹെയർ റൂട്ടിലേക്ക് ഓക്സിജൻ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. നിങ്ങൾ ബ്ലഡ് വർക്ക് ചെയ്യുന്ന സമയത്തെ അയൺ കുറവാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മനസ്സിലാക്കിക്കോളുക, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉടനെ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ റൂട്ട്സ് അവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഏതൊക്കെ ഫുഡ് വഴി അയൺ നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ പറ്റുക? ഇലക്കറികൾ, ബീട്രൂട്ട്, പോമഗ്രാനറ്റ്, ഡേറ്റ്സ്, ഇതൊക്കെ നല്ല സോഴ്സസ് ആണ്. നിങ്ങൾ എപ്പോഴും ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഹെയർ ഫോളും ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ലാബിൽ പോവുക, ഒരു ബ്ലഡ് വർക്ക് ചെയ്യാം. അയണും വിറ്റമിൻ ഡിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പം ഈ വീഡിയോ കണ്ടു,
നാളെ തൊട്ട് നന്നായിട്ട് മുട്ടൻ്റെ മഞ്ഞയും എന്താ പറയുക അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡും ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും എല്ലാം കഴിച്ചു. നാളത്തെ കഴിഞ്ഞിട്ട് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് അതിൽ ഓഫ് കോഴ്സ് മുടി ഉണ്ടാവും. അപ്പം നിങ്ങൾ പറയരുത് അശ്വതി ഞാനിതെല്ലാം ട്രൈ ചെയ്ത് നോക്കി എനിക്കൊന്നും വർക്കൗട്ട് ആയില്ല. അത് പറയരുത്. കാരണം എന്താ, അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി എങ്ങനെ വളരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ ക്ലോക്കാണ്. അതായത് 3 months ആണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ ഹെയർ കോംബ് ചെയ്യുമ്പം നമ്മുടെ ബ്രഷിൽ കാണുന്ന ആ മുടി ഉണ്ടല്ലോ, അതിന്ന് ഇപ്പം അങ്ങ് പൊഴിഞ്ഞു വീണതൊന്നുമല്ല. അത് 2-3 മാസം മുമ്പ് നമ്മളെ എടുത്ത ഡയറ്റിൻ്റെയും അല്ലെങ്കിൽ നമ്മളെടുത്ത സ്ട്രെസ്സിൻ്റെയും ഫലമായിട്ട് അന്നേ ഡിറ്റാച്ച്ഡ് ആയതാണ്. അതിന്ന് പൊഴിഞ്ഞു വീണ് നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്ന് തൊട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റിൽ ഹെയർ ഫോൾ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇന്ന് കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ പോലും നമുക്ക് ഓൾറെഡി അവിടെ ലൂസായിരിക്കുന്ന അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിരിക്കുന്ന കുറച്ച് മുടിയുണ്ട്. അത് ഈ വരുന്ന ആഴ്ചകളിൽ ഡെഫിനറ്റ്ലി അത് പൊഴിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നാണെങ്കിൽ അടുത്ത 4th or 5th വീക്ക് വരുന്ന സമയത്ത്, അതായത് 1 മാസം അല്ലെങ്കിൽ 1.5 മാസത്തിനുള്ളിൽ ഈ ഹെയർ ഫോള് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആവുന്നത് നമ്മൾ നോട്ട് ചെയ്ത് തുടങ്ങും. ആൻഡ് 3 മാസം കഴിയുമ്പോൾ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദ മാജിക്. കുഞ്ഞ് അതായത് ബേബി ഹെയർസ് ഗ്രോ ആവുന്നത് നിങ്ങൾ 3 months തൊട്ട്, ഇന്ന് തുടങ്ങിയാൽ 3 months കഴിയുമ്പോൾ തൊട്ട് ബേബി ഹെയർസ് ഗ്രോ ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഹെയർ ഫാൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങൾ നിർത്തുമൊന്നും വേണ്ട. പക്ഷേ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം, കൃത്യമായിട്ട്. ഈ നമ്മുടെ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് അളവ് കുറച്ച് കഴിക്കുന്നതല്ല, ബട്ട് ഈറ്റിംഗ് റൈറ്റ്. ഒരിക്കലും നമ്മൾ ഫിറ്റ് ആയിട്ടുള്ള ബോഡി വേണോ അതോ എനിക്കൊരു ബ്യൂട്ടിഫുൾ ഹെയർ വേണോ എന്നുള്ളൊരു ഓപ്ഷനായിട്ട് വരാനേ പാടില്ല. നമുക്ക് ഇത് രണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓൾ റൈറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു ഹോപ്പ് തന്നിട്ടുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആക്ടിവിറ്റി ചെയ്താലോ? ഇന്ന് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചതെന്നുള്ളത്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം എന്താ കഴിച്ചതെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയാം. 2 ദോശ, തേങ്ങാ ചമ്മന്തി, എന്താണോ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുകയാണോ അതോ ഹേർട്ട് ചെയ്യുകയാണോ എന്നുള്ളത് ഞാൻ റിപ്ലൈ ആയിട്ട് പറയാം. ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വേഗം പോയി കമൻറ്റ് ചെയ്തോ. ആൻഡ് ഇതേപോലത്തെ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കിയിടുക. പിന്നെ നിങ്ങളുടെ കൂടുതൽ ഹെയർ ഫോൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഫ്രണ്ട്, ഫാമിലി, റിലേറ്റീവ് എല്ലാവർക്കും ഒരു പിശുക്കും കാണിക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത് സൈനിങ് ഔട്ട്. ടാറ്റാ.